അടുത്ത പരിപാടി ഉണ്ണീശോയുടെ ജനനം ഈ വേദിയിൽ പുനരാവിഷ്കരിക്കുകയാണ്. കുറച്ച് കലാകാരന്മാരെ ഒരാഴ്ചത്തെ പരിശ്രമം കൊണ്ടാണ് അവർ ഈ സാധനം തട്ടിക്കൂട്ടിയത്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സഹൃദയം ക്ഷമിക്കുക. അടുത്തതായിട്ട് നേറ്റിവിറ്റിയാണ്. മറിയം, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മകളെ, നീ സമാധാനമായിരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അമ്മേ, എലിസബത്തും ഗർഭിണിയായിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് എന്റെ സന്തോഷം പങ്കുവെക്കട്ടെ. ദൈവത്തിന് സ്തുതി. നീ ഉടൻ തന്നെ അവിടെ ചെന്ന് അവളെ പരിചരിക്കുക. എന്റെ അന്വേഷണവും എലിസബത്തിനെ അറിയിക്കുക. ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ മറ്റൊരുവന്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്നു പേരിടണം. ഇളയമേ, ഇളയമേ, ഇളയമേ. മറിയം, ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച ഭാഗ്യവതി. മറ്റെല്ലാ സ്ത്രീകളെയേക്കാൾ ദൈവാനുഗ്രഹം ലഭിച്ചവളാണ് നീ. മറിയം, നീ ഒരു ദിവ്യ പൈതലിന്റെ മാതാവാകും. പക്ഷേ ഇളയമേ ഇതെങ്ങനെ അറിഞ്ഞു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാനും മാനിക്കപ്പെടും. എല്ലാം ദൈവത്തിന്റെ കൃപ. ഈ സന്തോഷ വാർത്ത അറിഞ്ഞത് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഇവിടേക്ക് പുറപ്പെട്ടു. നീ തനിച്ചാണോ വന്നത്?
അന്ന എവിടെ? ഇതറിഞ്ഞതിൽ പിന്നെ അമ്മയും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഈ കുന്നും മലയും കയറിയുള്ള യാത്രയൊന്നും അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ദാ എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇനി കുറച്ചുനാൾ കഴിഞ്ഞേ മടങ്ങി പോകുന്നുള്ളൂ. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ പരിചരിക്കാനോ? ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ? ഇളയമ്മയെ പരിചരിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാണ്. വരൂ. മഹാരാജാവ് അഗസ്റ്റ സീസർ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. എല്ലാ ജനങ്ങളും അവരവരുടെ ജന്മദേശത്തേക്ക് പോയി പേരുകൾ എഴുതി ചേർക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്. അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രാജകൽപ്പനയാണ്, അതെനിക്കും അറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുവാൻ പോകുന്ന കുഞ്ഞാട് മനുഷ്യനാകുവാൻ കാലമാകുന്നു. ഉദരഭാരത്താൽ ക്ഷീണിതയായ അവൾ മുന്നോട്ട് നടക്കുവാൻ ത്രാണിയില്ലാതെ ദീർഘയാത്രയാൽ തളർന്നു. മഞ്ഞിന്റെ മടിത്തട്ടിൽ അമ്മയാകുവാനുള്ള നേരമായി. ലോകരക്ഷകന്റെ മാതാപിതാ വേദനയാൽ പുളയുന്നു. സത്രങ്ങളെല്ലാം വാതിൽ കൊട്ടിയടച്ചു. തിരസ്കരണത്തിന്റെ ആ നേരത്ത് വെറുമൊരു കാലിക്കൂട് അഭയമാകുന്നു. പട്ടുമെത്തയും പരിവാരങ്ങളുമില്ലാത്ത രാവ്. മരം കോച്ചുന്ന തണുപ്പിൽ മാതൃവേദനയിൽ മറിയും. കരളലിയിക്കുന്ന ദീനവിലാപം ആകാശവും ഭൂമിയും നിറഞ്ഞു. അസ്ഥികൾ നുറുങ്ങുന്ന നൊമ്പരത്താൽ സിരകളിൽ പിടയുന്ന രോദനം ബത്ലഹേമിൽ വിറകൊള്ളുമ്പോൾ മഞ്ഞുമൂടിയ ആകാശത്ത് നക്ഷത്രം തെളിയുകയായി. ദൂതന്മാർ സകല ജനത്തിനുമുള്ള വാർത്തയ്ക്കായി കാതോർത്തു. തുണയ്ക്കായി ആരോരുമില്ലാതെ അമ്മയുടെ വേദനയുടെ പാരമ്യത്തിൽ കാലം കാത്തിരുന്ന ദൈവപുത്രൻ ഇതാ ഏഴകളിൽ ഏഴയായി പുൽക്കൂട്ടിൽ പിറന്നു വീഴുന്നു. ഇമ്മാനുവൽ, പൈതൽ. ഹേറോദേസ് രാജാവ് നീണാൾ വാഴട്ടെ. ഹേറോദേസ് രാജാവ് നീണാൾ വാഴട്ടെ. ഹേറോദേസ് രാജാവ് നീണാൾ വാഴട്ടെ. അഗസ്റ്റ സീസറിന്റെ കൽപ്പന പ്രകാരം എല്ലാം മുറ പോലെ നടക്കുന്നുണ്ടല്ലോ. പ്രഭു, കൽപ്പന പ്രകാരം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രഭു, അങ്ങയെ മുഖം കാണിക്കാൻ 3 ജ്ഞാനികൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരോട് കടന്നു വരാൻ പറയൂ. ഉത്തരവ് പോലെ. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. കൽപ്പന പോലെ പ്രഭു. ഹെറോദേസ് രാജാവിന് പ്രണാമം. നമ്മുടെ കൊട്ടാരത്തിലേക്ക് മൂവർക്കും സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വരുന്നവരാണ്. യൂദയ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചുവെന്നറിഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ്? നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ല. യൂദയ ദേശത്തും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് വെളിപാടുണ്ടായതാണ്. ശിശുവിനെ കണ്ടെത്താൻ
യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രം ഞങ്ങളെ ഈ ദേശത്തേക്കാണ് നയിച്ചത്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ തിരികെ പോകാൻ അനുവദിച്ചാലും. നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് നമ്മെയും ആ വിവരം അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. ഇത്ര പോലെ പ്രഭു. ആരവിടെ? പ്രഭു, സേനാനായകനോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. കൽപ്പന പോലെ. ഹെറോദേസ് രാജാവിന് പ്രണാമം. നമ്മുടെ ദേശത്ത് ഏതോ പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന് 3 ജ്ഞാനികൾ വന്ന് നമ്മെ അറിയിച്ചു. അവരെ പിന്തുടരുക. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്നറിഞ്ഞാൽ തൽക്ഷണം ആ ശിശുവിനെ വധിക്കുക. ഉത്തരവ് പോലെ മഹാരാജൻ.
അഭിനയിച്ചവർ മേരി അനീറ്റ മറിയം ജെയിംസ്, ജോസഫ് ജോയൽ ബിജു, ഏഞ്ചൽ ഗബ്രിയൽ, ആഗ്നസ് ജോമി, അന്ന വിനീത വിജയകുമാർ, എലിസബത്ത് സൗമ്യ ജെയിംസ്, ഡ്രമ്മർ ഇവാൻ മാത്യു, മെസഞ്ചർ ജൊഹാൻ പീറ്റർ ജെയിംസ്, സോൾജിയർ 1 മാർക്ക് പ്രിൻസ്, സോൾജിയർ 2 റോബിൻ രാജ്, കിങ് ഹെറോദോസ് പ്രതീഷ് ഫിലിപ്പ്, കിങ് വർക്കി കുരുവിള, കിങ് 2 സണ്ണി കാച്ചപ്പള്ളി, കിങ് 3 ജെയിംസ് പീറ്റർ, ഷെപ്പേർഡ് 1 മാക്സ് പ്രിൻസ്, ഷെപ്പേർഡ് 2 ഇവാൻ ലെനി, ഷെപ്പേർഡ് 3 റയാൻ ബേസിൽ, ഏഞ്ചൽ 1 റിഥിയ റോബിൻ, ഏഞ്ചൽ 2 ആരാധ്യ സന്തോഷ്, ഏഞ്ചൽ 3 ഇഷ ഷിബിൻ, ഏഞ്ചൽ 4 എയ്തൽ മാത്യു. ഈ മനോഹരമായൊരു ആവിഷ്കാരം ഒരാഴ്ച കൊണ്ട് റെഡിയാക്കിയതാണ്. അതിൻ്റെ പുറകിലെ വളരെ കഷ്ടപ്പാട് സഹിച്ച ഒരു വ്യക്തിയെ കൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, നമ്മളുടെ റാണി പ്രതീഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഡോണിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവർ രണ്ടുപേരുടെ ഒരാഴ്ച കൊണ്ട് വളരെ കഠിനാധ്വാനം ചെയ്തവരാണ് അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ സമയത്ത് റാണിക്ക് ഒരു ചെറിയ ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. റാണി പ്ലീസ്. റാണിയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അത്രയേറെ റാണി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ആവിഷ്കാരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. റാണിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കാല് പിടിക്കണ്ട.